ഈ 2024 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരുവാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ, ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ, സാക്ഷ്യങ്ങൾ ഈ ഒരു വർഷം 2024 സംഭവിക്കും. ഇനിയുള്ള നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ ദൈവപ്രവർത്തികളുടെ ദിവസമായി തീരും. വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഇപ്പൊ ഈ ഒരു 2024 നിങ്ങൾക്കൊരു പ്രത്യേകമായ ദൈവത്തിന്റെ സന്നിധിയിൽ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു 5 നിയോഗം മനസ്സിൽ ഈശോയുടെ സന്നിധിയിലേക്ക് 5 നിയോഗങ്ങൾ സാധിക്കുമ്പോൾ നിങ്ങൾ 5 നിയോഗങ്ങൾ ഇവിടെ എഴുതിയിട്ട് നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ ഐക്യമത്യപ്പെട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഒരു വർഷം നടക്കുവാൻ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 100 കണക്കിന് ആൾക്കാര് സാക്ഷ്യങ്ങൾ എഴുതി അയക്കാറുണ്ട്. ചിലരൊക്കെ പാതി വിശ്വാസത്തോടെയാണ് കമന്റ് ബോക്സിൽ ചില നിയോഗങ്ങൾ എഴുതിയിടാറുള്ളത്. പക്ഷേ അവർ പറയുകയാണ്, തൽക്ഷണം തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ നടക്കുന്നു. ഇത് മാനുഷികമായ ഒരു പ്രവൃത്തിയല്ല. വിശ്വാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ, ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പൊ ഈശോ നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ഈശോയോടാണ് നമ്മുടെ നിയോഗങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതിയിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. വേറൊന്നുമല്ല, നമ്മൾ ആ പ്രവൃത്തിയിലല്ല ആശ്രയിക്കുന്നത്, നമ്മൾ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ, ഈശോയെ, ഇതാണ് എൻ്റെ ഇന്റൻഷൻസ്, ഇതിനകത്ത് നീ പ്രവർത്തിക്കുവാൻ, നിനക്ക് എൻ്റെ ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ, ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ ഈ പ്രശ്നത്തെ, എൻ്റെ വിഷമത്തെ ഞാൻ ഇറക്കി വെക്കുവാൻ. നമ്മൾ നമ്മുടെ വിഷമത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കണം എന്ന് ഈശോ പറയുന്നു. നമുക്കത് ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാം. ഈ 2024 ആർക്കും തടയാൻ കഴിയാത്ത ഉയർച്ചയുടെ ഒരു വർഷമായി തീരും. ഈ 2024 ദൈവത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നന്മയും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വർഷമായി തീരും. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുന്ന ഒരു വർഷം. അതായത് ദൈവം ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ദൈവം അതിന്റെ മേലുള്ള ആധിപത്യത്തെ, അതിന്റെ മേൽ കർത്താവിന്റെ ആ സർവാധിപത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി 2024 മാറാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു വർഷം നിങ്ങൾ വിശ്വസിക്കുക, അതായത് ദൈവത്തിന് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ സർവാധിപത്യം വെളിപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലൂടെ ഞാനിങ്ങനെ അതങ്ങ് വായിക്കുമായിരുന്നു. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ആ അധ്യായത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിന് 10 മുതലുള്ള വാക്യങ്ങളാണ് പ്രത്യേകമായിട്ട് ദൈവം എന്നോട് സംസാരിച്ച ഒരു ഭാഗം. അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു: ഇസ്രായേൽ ജനം ജെറീക്കോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതെയായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. ഇവിടെ ജോഷുവയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അവിടെ കർത്താവിന്റെ ദൈവത്തിന്റെ ജനം ജോഷുവയുടെ നേതൃത്വത്തില് വാഗ്ദത്ത ദേശമാകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഈശോയെക്കുറിച്ച് കാണുന്നത് വാഗ്ദാനങ്ങളിൽ ഈശോ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. വാഗ്ദാനങ്ങളിൽ ഈശോ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങൾ ഈശോ നിറവേറ്റും. ഇവിടെ ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നു. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുകയാണ്. അത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന മന്ന വർഷിക്കാതെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ഇപ്പം കിട്ടിക്കാണും. നിങ്ങൾ വിദേശത്തോട്ട് പോകുവാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്തു, നിങ്ങൾക്ക് ജോലി കിട്ടി. നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അയർലൻഡിലോ കാനഡയിലോ ഗൾഫിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ
നിങ്ങൾക്ക് തോന്നുവാണ് ചില കാര്യങ്ങൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, അതായത് ഇത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുമെന്ന് ഓർത്ത്, പക്ഷെ ചില കാര്യങ്ങൾ സ്റ്റോപ്പായി, എന്നാൽ ചില പ്രശ്നങ്ങൾ പുതുതായിട്ടുണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്ന് ആർക്കെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ദൈവം നിങ്ങളെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സീസണിലേക്ക് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു, ഒരുപാട് ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവമേ, ഞാൻ ഈ ജോലി തുടരണോ, ഞാൻ എങ്ങനെ ഇത് മുൻപോട്ട് പോകും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരെ നോക്കി ഈശോ പറയുന്നു, നിന്റെ ആ ജോലി സ്ഥലത്തെ വിഷയങ്ങളെ ഞാനിന്ന് ഏറ്റെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്റെ സർവാധിപത്യം, എന്റെ മഹത്വം കാനാൻ ദേശം മുഴുവനും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്റെ ജനത്തെ ഞാൻ അങ്ങോട്ട് നയിച്ചത്. ഹല്ലേലൂയ. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചപ്പോൾ അവിടെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേശം കൈയടക്കി വെച്ചിരുന്ന ചില ആധിപത്യങ്ങളുണ്ട്. എന്നാൽ ദൈവം അവരെ അവിടെ എത്തിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സർവാധിപത്യം കൂടി ആ സ്ഥലത്തേക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ദൈവം ചില സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്, ഒരു ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, നിങ്ങൾ തുടങ്ങുന്ന ചില കാര്യങ്ങളാകട്ടെ, അവിടെ നിങ്ങളുടെ അനുഗ്രഹം മാത്രമല്ല, ദൈവത്തിന്റെ സർവാധിപത്യം നിങ്ങളിലൂടെ ആ സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പോകുന്ന രാജ്യത്ത്, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സർവാധിപത്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇവിടെ നമ്മൾ കാണുകയാണ്, പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതെ, കാരണം അവർ അത്രയും ദിവസം മന്നായിലായിരുന്നു അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തേണ്ടതായിട്ട് വന്നു. അത് അനുഗ്രഹമാണ് അവരുടെ. പക്ഷെ അവിടെ ഒരു പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ പലപ്പോഴും താല്പര്യമില്ല, അല്ലേ? നമുക്കെപ്പോഴും നമ്മുടെ ഓൾഡ് രീതികളാണ് എപ്പോഴും നമുക്ക് ഇഷ്ടം. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ദൈവമാണെങ്കിൽ തന്നെ ദൈവം എപ്പോഴും പുതിയ രീതിയിൽ നമ്മളോട് ഇടപെടും. പക്ഷെ നമുക്ക് ആ ഓൾഡ് വേയിൽ സ്റ്റിക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യം. ദൈവം മോശയോട് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, അല്ലെ? ഒരു ട്രീ കന്ന് മുൾപ്പടർപ്പിനിടയിൽ ഇങ്ങനെ മുൾപ്പടർപ്പ് കത്തുക. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ദൈവമഹത്വം കണ്ടു. അപ്പം പലപ്പോഴും നമുക്കൊക്കെ ഒരു ഡ്രോബാക്ക് എന്നറിയോ? അതായത് നമ്മൾ പറയും, ദൈവം മുൾപ്പടർപ്പിൽ തീയായിട്ട് വന്നു, ഇനി അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മുൾപ്പടർപ്പിൽ ദൈവം തീയായിട്ട് വന്നു, പിന്നീട് ദൈവം ജോർദാനെ പിളർക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തന്റെ മക്കളെ ചെങ്കടൽ പിളർന്ന് ദൈവജനത്തെ വഴി നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാറായ മധുരമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കരിങ്കൽ പാറകൾക്ക് അടിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം കർത്താവ് കൊടുക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ്. ഓരോ സീസണിലും ദൈവം പ്രവർത്തിക്കുന്ന രീതിയും ദൈവത്തിന്റെ ഈ ഇടപെടലുകളും വ്യത്യസ്തമായി കടന്നു വരും സഹോദരങ്ങളെ, വ്യത്യസ്തമായി കടന്നു വരും. ഈശോയുടെ ശുശ്രൂഷ എന്ന് എടുത്തു നോക്കിക്കേ. ഈശോ സൗഖ്യമാക്കിയ ഓരോ രോഗസൗഖ്യങ്ങൾക്കും വ്യത്യസ്തതയുണ്ടായിരുന്നു, അല്ലെ? ഓരോ അത്ഭുതങ്ങൾക്കും വ്യത്യസ്തതയുണ്ടായിരുന്നു, ഓരോ അടയാളങ്ങൾക്കും വ്യത്യസ്തതയുണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓൺലൈൻ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഓൺലൈൻ ശുശ്രൂഷ നൽകി. ഓൺലൈൻ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഓൺലൈനിൽ കൂടെയൊക്കെ ദൈവവചനം പ്രസംഗിക്കാമോ, ഓൺലൈനിൽ കൂടെയൊക്കെ ശുശ്രൂഷ നടന്ന അത്ഭുതങ്ങൾ നടക്കുമോ? കുറെ വൈദികർ വിമർശനമായിട്ട് വന്നു, കുറെ വൈദികർ സപ്പോർട്ടായിട്ട് വന്നു. പക്ഷെ പിന്നീട് ഈ വിമർശിച്ച ആൾക്കാർ തന്നെ ഓൺലൈനിൽ ശുശ്രൂഷ തുടങ്ങി. ഈ മുഴുനീള വീഡിയോസ്, ഈ ചെറിയ വീഡിയോസ് ഒക്കെ പണ്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഈ ഒരു പേജ് കുറെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണാം. നമ്മൾ ആദ്യമൊക്കെ ഇടുന്ന സമയത്ത് കുറെ വിമർശനങ്ങൾ പല ഭാഗത്തുണ്ടായിട്ട് പലരും പറഞ്ഞു, ഇങ്ങനെ ദൈവവചനമൊക്കെ 4-5 മിനിറ്റ് വീഡിയോ ആയിട്ട് ഇട്ടാൽ ശരിയാകുമോ? പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ 2023-24 റീൽസ് ഒക്കെ ആയിട്ട് ഇപ്പൊ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കാണുമ്പോൾ ദൈവമേ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഇതിനെയൊക്കെ എതിർത്തായിരുന്നല്ലോ, ഇപ്പൊ ഇവരതെല്ലാം ചെയ്യുകയാണ്. കന്യാസ്ത്രീമാര് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അച്ഛന്മാര് ചെയ്യുന്നുണ്ട്, പാസ്റ്റർമാര് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും ചെയ്യുകയാണ്. അത് ദൈവം ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്തു കൂടെ കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിനകത്തു കൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കും. അന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഓരോ സ്ഥലത്തും ദൈവത്തിന്റെ മഹത്വം വ്യത്യസ്ത തലങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കെപ്പോഴും ഈശോയുടെ സ്നേഹം അനുഭവിക്കുമ്പോണ്ടല്ലോ, നമുക്ക് എല്ലാ ശുശ്രൂഷകളിലെയും കർത്താവിന്റെ ആ ഒരു വ്യത്യസ്തതകളെ നമുക്ക് രുചിച്ചറിയുവാൻ വേണ്ടി സാധിക്കും.
നിങ്ങൾ ഒരു ശുശ്രൂഷകളിലും ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത്. എല്ലാത്തിലും ഈശോയുടെ മഹത്വത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ ഇന്ന അച്ഛൻ്റെ ഫാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വചനപ്രഘോഷകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആളുടെ വാക്കുകൾ മാത്രമേ കേൾക്കത്തുള്ളൂ, ആളുടെ ഇത് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം എന്നാ പറ്റുന്നത്. അവർക്ക് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പിതാവാൻ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പിതാവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ വ്യക്തികളിലേക്ക് പോകുന്നത്. എന്നാൽ പിതാവാൻ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈശോയിലേക്ക് വരണം. അപ്പൊ ഈശോയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഈശോയുടെ ഓരോ മക്കളിലുമുള്ള വ്യത്യസ്തതകളെ നമുക്ക് രുചിച്ചറിയാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു വൈദികന്റെ ശുശ്രൂഷ, വയലാമണ്ണിൽ അച്ഛൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ എന്തൊരു വലിയ അനുഗ്രഹം നമ്മൾ പറയും. അപ്പൊ ആ വയലാമണ്ണിൽ അച്ഛൻ്റെ ശുശ്രൂഷ ഉൾക്കൊള്ളുന്ന പോലെ തന്നെ നമുക്ക് വാളമനാൽ അച്ഛൻ്റെ ശുശ്രൂഷ ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ തന്നെ അത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിരിക്കും. ഓരോ വ്യത്യസ്ത ശുശ്രൂഷകളെ നമുക്ക് പരിശുദ്ധാത്മാവ് അത് രുചിച്ചറിയുവാൻ, അതിലൂടെ ഈശോനെ രുചിച്ചറിയുവാനുള്ള ഒരു വലിയ ഗ്രേസ് തരികയാണ്. അങ്ങനെ എല്ലാ ശുശ്രൂഷകരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക, അത് ഈശോ തരുന്നൊരു വലിയ ഗ്രേസാണ്. അപ്പം അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കണം. അപ്പം നമുക്ക് ഈശോയുടെ വലിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് വളർന്നു വരാൻ വേണ്ടി പറ്റും. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആകുക, കുറച്ചും കൂടെ ഒന്ന് ബ്രോഡായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് ഏത് വ്യക്തിയെ ഉപയോഗിക്കാൻ പറ്റും? അവന് അസാധ്യമായതൊന്നുമില്ല. അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, വീര്യപ്രവർത്തികൾ സംഭവിക്കും. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, ജെറീക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ജോഷുവ അവന്റെ അടുത്ത് ചെന്നു. നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അപ്പൊ അത്രയും നാൾ ഇവര് പല യുദ്ധങ്ങളും പല കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി വന്ന് ഇവര് കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. അവിടുന്ന് ജെറീക്കോയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ് ഊരിയ വാളുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക, നീ ഞങ്ങളുടെ പക്ഷത്താണോ ശത്രുവിന്റെ പക്ഷത്താണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങീ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ഈ 2024 ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ വർഷമായി തീരും. ഈ 2024 അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പ്രവേശിച്ചു, ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു, ഒരു പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചു, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നാളും ചിന്തിച്ചത്, നിങ്ങൾക്ക് പലരും നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ പലരും എതിരായിട്ട് നിൽക്കുന്നു, പലരും നിങ്ങളുടെ ഒരു ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു. എന്നാൽ ദൈവം ഈ ഒരു വർഷക്കാലം ദൈവം നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് അവിടെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തെ നോക്കണ്ട, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തി അവിടെ നിൽക്കുന്നത് പോലും കർത്താവിന്റെ മഹത്വം നിങ്ങളിലൂടെ ആ സ്ഥലത്ത് വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഈ സൈന്യാധിപനെ കണ്ടപ്പോൾ ജോഷുവയുടെ മനസ്സിൽ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? ഈ മനുഷ്യൻ എനിക്ക് എതിരായി നിൽക്കുന്ന വ്യക്തിയാണോ? പക്ഷെ അദ്ദേഹം ഉത്തരം കൊടുക്കുകയാണ്, ഇല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. അതെങ്ങനെ അവിടെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇവരാണ് ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം. പക്ഷെ ഇവിടെ കർത്താവിന് വേണ്ടി ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ നിൽക്കുന്ന ബിസിനസ് സ്ഥലത്ത്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റലിൽ, നിങ്ങളായിരിക്കുന്ന വർക്ക് പ്ലേസിൽ, നോ മാറ്റർ വേർ യു ആർ, വിച്ച് കൺട്രി യു ആർ. ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരനല്ലായിരിക്കും, വേറൊരു രാജ്യക്കാരനായിരിക്കും, വേറൊരു മതവിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായി ചില വ്യക്തികളെ ദൈവം അവിടെ ഒരുക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യക്തികൾ ദൈവത്താൽ അപ്പോയിന്റഡ് ആയിട്ട് കടന്നു വരും. ആ വ്യക്തി അവിടെ നിൽക്കുന്നതിന് ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം, നിങ്ങൾ ഈ ബിസിനസ്സിൽ മുൻപോട്ട് പോകണം, നിങ്ങൾ ഈ ജോലി സ്ഥലത്ത് മുൻപോട്ട് പോകണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. കാരണം നിങ്ങളിലൂടെ ദൈവത്തിന്റെ സർവാധിപത്യം ആ രാജ്യത്തിലേക്ക്, നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്, നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്റെ മഹത്വത്തെ കാനാൻ ദേശം മുഴുവൻ ഇറക്കുകയാണ്. അതിനുവേണ്ടി ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയത്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, അവിടെ മനോഹരമായ ഒരു ദേശമുണ്ട്, തേനും പാലും ഒഴുകുന്ന ദേശമാണ്. പക്ഷെ അവിടെ ദൈവം
തന്റെ ജനത്തെ അയക്കുന്നതിന് പിന്നിലെ സ്പിരിച്വൽ റീസൺ എന്താ? തന്റെ മഹത്വത്തെ ആ ദേശത്തേക്ക് കൊണ്ടുവരിക. എന്തിനാ ദൈവം നിന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും അയക്കുന്നത്? ഈ 2024 ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം പ്രതിഫലിക്കുന്നതിന്, അങ്ങനെ ദൈവത്തിന്റെ സർവാധിപത്യം, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ, ആ അവസ്ഥ നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണത്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും തൈ കിങ്ഡം കം, നീയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും വരണം. ഭൂമിയിലും വരണം. സ്വർഗത്തിൽ ദാരിദ്ര്യമില്ല, സ്വർഗത്തിൽ അസമാധാനമില്ല, സ്വർഗത്തിൽ ശത്രുതയില്ല. സ്വർഗം മുഴുവൻ സമാധാനവും സന്തോഷവും സമൃദ്ധികളും ദൈവിക ഐശ്വര്യവും നന്മകളും കൊണ്ട് നിറയപ്പെട്ട സ്ഥലമാണ്. ആ സ്വർഗീയമായ സ്വർഗത്തിന്റെ പൂർണ്ണത ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ചിലപ്പോൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചില അസ്വസ്ഥതകൾ, പുതുതായിട്ട് ജോലിയിൽ പ്രവേശിച്ചു, അവിടെ ആരും നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെക്കുറിച്ച് അതും ഇതും പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ സപ്പോർട്ടായിരിക്കും, ചിലപ്പം കീഴെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കൂടെ ഉള്ളവരായിരിക്കും. നിങ്ങൾക്കെതിരെ അതും ഇതും പറയുന്നു, നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നു. എങ്ങനെ ചെയ്യണമെന്ന്, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ മേല. ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ പിടിച്ചു നിൽക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കടന്നു വരും. നിങ്ങൾ ചിലപ്പോൾ ഒരു മലയാളി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓർത്തിരുന്ന് ചിലപ്പോൾ മലയാളി ആയിരിക്കണമെന്നില്ല, ഒരു ഇംഗ്ലീഷുകാരനായിരിക്കും, ഒരു അമേരിക്കക്കാരനായിരിക്കും, ഒരു ആഫ്രിക്കക്കാരനായിരിക്കും. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരും. കർത്താവിന്റെ സൈന്യാധിപൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. കാരണം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവം മെസ്സേജായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകും. അതായത് നിങ്ങൾ എത്രയോ പ്രാർത്ഥിച്ച്, എത്രയോ തവണ നിങ്ങൾ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് നിങ്ങളെ ദൈവം വഴി നടത്തിയതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കും, ഇന്ന് എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലൊരു പ്രതിസന്ധി എന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്ത് ചെന്നപ്പോഴും അവർ ചില പ്രതിസന്ധികളെ ഫേസ് ചെയ്തു. എന്തിനായിരുന്നു ആ പ്രതിസന്ധി? പക്ഷെ ദൈവം അവരെ തനിയെ വിട്ടില്ല. അവർക്ക് അനുകൂലമായിട്ട് ചില വ്യക്തികൾ, ഇവിടെ ഈ സൈന്യാധിപൻ വന്നതുപോലെ അനുകൂലമായിട്ട് ചില വ്യക്തികളെ ദൈവം ഒരുക്കി. ദൈവം ഒരുക്കിയത് എന്തിനാണെന്നറിയാവോ? ദൈവം ഒരുക്കിയത് എന്തിനാ? നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ, നിങ്ങൾ സാമ്പത്തികമായിട്ടും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ സർവാധിപത്യം, സ്വർഗത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ നിങ്ങളെ ചുറ്റുമുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ 2024 അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കുന്ന ഒരു വർഷമായി തീരും. അസാധാരണമായ ദൈവ മഹത്വം നമ്മൾ കാണുന്ന ഒരു വർഷമായി തീരും. അൺയൂഷ്വൽ ആയിട്ടുള്ള വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു വർഷമായി തീരും. അൺയൂഷ്വൽ ആയിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന, അനുഭവിക്കുന്ന, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്ന ഒരു വർഷമായി ഈശോ ഒരു വർഷത്തെ മാറ്റുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു സ്ഥലത്ത് വെളിപ്പെടുമ്പോൾ അവിടെ രണ്ടുപേര് ഐക്യമത്യപ്പെട്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഒരാളെ ദൈവം ഒരുക്കും. ഐക്യമത്യപ്പെട്ടാൽ മതി. ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ഈശോയുടെ ശക്തി വ്യാപരിക്കും. ഈശോയുടെ അഭിഷേകം വെളിപ്പെടും. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതിന് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കി. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് തന്നേക്കുവാന്ന് പറഞ്ഞു. നിന്റെ കരങ്ങളിലേക്ക് കർത്താവ് തന്നേക്കുവാ. ചിലപ്പോൾ ഇന്ന് നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നോക്കിയിട്ട് നിനക്ക് തോന്നുന്നു, അയ്യോ ഇത് ഇവിടെ എല്ലാം പ്രതികൂലമാണ്. പക്ഷെ കർത്താവ് നിന്നെ നോക്കി പറഞ്ഞറിയോ, നിനക്ക് ഞാൻ തന്നേക്കും. ആ രാജ്യം നിനക്ക് തന്നേക്കുവാ. രാജ്യങ്ങളെ അവകാശമാക്കുവാൻ, രാജ്യങ്ങളെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചേക്കുവാൻ. നിങ്ങൾ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യണം, എൻറ്റയർ നേഴ്സിംഗ് ഹോമിനെ കരങ്ങളിലോട് കർത്താവ് തന്നേക്കുക. ദൈവം പറയാം, നിങ്ങളുടെ കർത്താവ് ജോഷുവോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പോണ്ടുള്ള 7 കാഹളം പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുമ്പിലൂടെ നടക്കണം.
ഹല്ലേലൂയ. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. അപ്പൊ ഗോഡ് ഈസ് ടെല്ലിംഗ് ദം എ സ്ട്രാറ്റജി. നോക്കിക്കേ, ദൈവം ഒരു സ്ട്രാറ്റജി കൊടുക്കുക അവർക്ക്. നമ്മുടെ ഈ നിങ്ങൾക്കിപ്പം പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവം അത് അനുകൂലമാക്കാനുള്ള സ്ട്രാറ്റജി കൊണ്ട്. ഒന്നാമത് നമ്മൾ എളിമപ്പെടുക. രണ്ടാമത് കർത്താവിന്റെ വചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട്. പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിന് 6-7 വാക്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒന്നിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലരാകരുത്. പ്രാർത്ഥനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ, പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും. ഇവിടെ ദൈവം ആവശ്യപ്പെടുകയാണ്, പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുകയാണ്, 7 വട്ടം ഈ ജെറിക്കോ പട്ടണത്തിന് ചുറ്റും വലയം വെച്ച് നടക്കുക. നിങ്ങൾ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 6 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പോണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. അതായത് ഡിക്ലെയറിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ ഡിക്ലെയർ ചെയ്യുക. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം. എന്താ കാഹളം മുഴക്കുമ്പോൾ? ഈ ഷോഫ വായിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ഇസ്രായേലിലൊക്കെ പോകുമ്പോൾ ഇസ്രായേലിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ജൂതന്മാർ ഇപ്പോഴും അങ്ങനെയുള്ള അവർ ഷോഫാർ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇങ്ങനെ വായിക്കുക, കാഹളം വായിക്കുക എന്ന് പറയും. അപ്പം അമേരിക്കയിലൊക്കെ പോകുവാണെങ്കിൽ അവിടെയുള്ള ചില ക്രിസ്ത്യാനികൾ, ചില പ്രയർ ഗ്രൂപ്പുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ്, അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. അപ്പൊ കാഹളം മുഴക്കുക എന്ന് പറയുന്നത് ഡിക്ലെയറിംഗ് ദ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ആത്മീയമായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു 2 കൊരിന്ത്യർ 1:20, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ സകല വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ഇന്ന് മുൻപിൽ ഒരു പ്രയാസം നിൽക്കുക, പ്രതിസന്ധി നിൽക്കുകയാണ്. അവിടെ നമ്മൾ എടുക്കേണ്ട കാഹളം എന്താ? നമ്മൾ ഉയർത്തേണ്ട ആ ഒരു ശബ്ദം എന്താണ്? കൃതജ്ഞതാ സ്തോത്രത്തിന്റെ ശബ്ദം. കർത്താവേ, അവിടുത്തെ മഹത്വം ഈ വിഷയത്തിൽ വെളിപ്പെട്ടതിനായി നന്ദി. അവിടുന്ന് കുരിശുബലിയിലൂടെ ഇന്ന് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിനെ തകർത്ത് കളഞ്ഞതിനായി നന്ദി. യേശുവേ, അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നത്തിനും വേണ്ട പരിഹാരത്തെ അവിടുന്ന് ഒരുക്കി കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, അവിടുത്തെ കുരിശുബലിക്കായി നന്ദി, പരിശുദ്ധ കുർബാനയ്ക്കായി നന്ദി. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി. ഈ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ട ഉത്തരം അവിടുന്ന് നൽകിയതിനായി നന്ദി. അവിടുന്ന് ഇടപെട്ടതിനായി നന്ദി. അവിടുന്ന് പ്രവർത്തിച്ചതിനായി നന്ദി. കൃതജ്ഞതാ സ്തോത്രങ്ങൾ ഉയരുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടുവാൻ വേണ്ടി തുടങ്ങി. അന്ന് അവരോട് ദൈവം പറഞ്ഞു, ഇത്ര ദിവസം നിങ്ങൾ ചെയ്യുക. ഇന്ന് നമ്മളോട് പറയുകയാണ് ദൈവം, നിങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നതോടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കും, നിങ്ങളുടെ ഉള്ളിലേക്കൊരു വലിയ സമാധാനം വരും. ആ സമാധാനം വരുന്നതിന്റെ കാരണം ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ആ വിഷയത്തിനകത്തേക്ക് ദൈവം ചെയ്തു കഴിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. കർത്താവ് പിന്നീട് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അവർ കാഹളം മുഴക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക, മുമ്പോട്ട് പോവുക. പിന്നെ നിങ്ങൾ പുറകോട്ട് നോക്കരുത്, എങ്ങനെയാകുമെന്ന് ഓർക്കരുത്. നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഇന്ന് ലൈവിൽ, ഓൺലൈനിൽ 100 കണക്കിന് ആൾക്കാരെ നോക്കി ദൈവം പറയുന്നതാണ്, നിങ്ങൾ മുൻപോട്ട് പോകും, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. പുറപ്പാട് 14:14 നമ്മൾ എന്താ കാണുന്നത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. God will make a strategy.
ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് മുൻപോട്ട് പോവുക. ദൈവം അത്ഭുത വഴികളെ തുറക്കും. അപ്പോൾ ഈ 2024 എന്നുള്ളത് വലിയ അനുഗ്രഹത്തിനൊരു വർഷമായി തീരും. ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമായി തീരും. ദൈവം അതിന് അനുകൂലമായിട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെ ദൈവത്തിന്റെ ആഗ്രഹം. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത്, കനാൻ ദേശത്തേക്ക് പ്രവേശിക്കണം, അവിടുത്തെ നന്മകൾ അനുഭവിക്കണം. ദൈവത്തിന് ആഗ്രഹമായി. അതിന് അവരുടെ കൂടെ കർത്താവ് അവരുടെ കൂടെ നിൽക്കുക, സ്ട്രാറ്റജി ഇട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ദൈവം ഇത്രയും നാളും എവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയെന്നുള്ള കാര്യം അറിയാമല്ലോ. എത്രയോ കാലഘട്ടം അല്ലെ, എത്രയോ നാളുകൾ ദൈവത്തിന്റെ എത്രയോ ഇടപെടൽ അനുഭവിച്ചവരാണ്. ഇനിയും മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. കർത്താവ് നിന്റെ അടുത്ത ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കുമായിട്ടുള്ള സ്ട്രാറ്റജി ഇട്ട് കഴിഞ്ഞു. ഈ 2024 ആ സ്ട്രാറ്റജി അതിന്റെ ഫുൾനെസ്സിൽ വെളിപ്പെടുന്ന വർഷമായി തീരും. അതിനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, കം ടു മൈ റെസ്റ്റ്. എന്റെ കരങ്ങളിലേക്ക് നിന്റെ ഭാരങ്ങളെ ഇട്ടുതരിക, കൃതജ്ഞതാ സ്തോത്രങ്ങൾ മുഴക്കുക. അതായത് എന്റെ ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. എന്റെ ഈശോ ഇതിനകത്ത് പ്രവർത്തിക്കും. എന്റെ ഈശോ തക്ക സമയത്ത് തന്നെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഏത് അസാധ്യ വിഷയമാകട്ടെ അതിനകത്ത് ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുകയാണ്. കാരണം ദൈവം അനുകൂലമായിട്ടുണ്ട്. യെശയ്യാ 45:2 നമ്മൾ കാണുന്നത്, ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ കാണും. കർത്താവ് അടുത്ത ദിവസം എനിക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ മേല. നിങ്ങൾ ചിന്തിക്കുക, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫുമായിട്ട് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ. There are things ahead in your life, but Lord is telling you this morning, this evening, from Isaiah 45:2, I will go before you. ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകും. എന്തുകൊണ്ട് ദൈവം ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് വേണ്ടി ഇടപെടുന്നത്? ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് വേണ്ടി ഇടപെടാൻ കാരണം എന്താ? കാരണം ഈശോ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ബലിയായി തീർന്ന് ഇന്ന് നിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറി. നിന്റെ പാർട്ട് നിന്നിൽ അലിഞ്ഞു ചേർന്നു ദൈവം. ഇതൊരു ഇറ്റേണൽ ട്രൂത്താണ്. ആർക്കും മാറ്റാൻ പറ്റാത്തൊരു ട്രൂത്താണ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്റെ കൂടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. മനുഷ്യന് പലപ്പോഴും അവന്റെ കൂടെ നിൽക്കുന്ന ആൾ ആരാന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് യേശുവാണ് എല്ലാ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യം മനുഷ്യ കുലം മുഴുവന്റെ കൂടെയുണ്ട്. കാരണം മനുഷ്യ എൻറ്റയർ മാൻ കൈൻഡിന് വേണ്ടിയാണ് ഈശോ ബലിയായി തീർന്നത്. എല്ലാ മനുഷ്യന്റെ അരികിൽ യേശുവിന്റെ സാന്നിധ്യം. ചിലർ യേശുവിനെ തിരിച്ചറിയാതെ വിവിധ പേരുകൾ വിളിച്ച് പല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം യേശു ഏറ്റെടുക്കുകയാണ്. എല്ലാം യേശു അറിയും. ഹൃദയം തകർന്ന ഒരു മനുഷ്യന്റെ വേദനയെ അറിയുന്ന തമ്പുരാന് അവൻ എത്ര മാത്രം അറിയാം. അവനറിയാം നിങ്ങളെ. കർത്താവിനറിയാം നിങ്ങളെ. നിങ്ങളോടൊപ്പം ഈശോയുണ്ട്. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഈശോ നിങ്ങൾക്ക് വിജയം നൽകും. ഈശോ നിങ്ങൾക്ക് വിജയം നൽകും. റോമ 8:35 നമ്മൾ കാണുന്നുണ്ട്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം വിജയം വരിക്കും. ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈശോ നിങ്ങൾക്ക് വിജയം നൽകിയിരിക്കും. ഇത് അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം. അപ്പസ്തോലൻ പറയുകയാണ്, എന്നെ സ്നേഹിച്ചവൻ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ വിജയം വരിക്കും. എന്നാൽ ഇതേ അപ്പസ്തോലൻ പറയാം ഗലാത്യർ 2:20, എന്റെ ഈ ജീവിതം എന്നുള്ളത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തീരുകയും ചെയ്ത എന്റെ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം ഇറ്റേണലാണ്. ആ സ്നേഹം മുഖാന്തരം നിനക്ക് വിജയം ലഭിക്കും. അതാണ് 2 കൊരിന്ത്യർ 2:14, എപ്പോഴും നിങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, ജെറീക്കോ പട്ടണം തകർന്നതുപോലെ, ജെറീക്കോ പട്ടണത്തിന്റെ ആ മതിലുകൾ, ആ കോട്ടകൾ തകർന്നടിഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കോട്ടകൾ, നിന്റെ ഉയർച്ചയ്ക്ക്, അനുഗ്രഹത്തിന്, നന്മകൾക്ക് എതിരെ നിൽക്കുന്ന കോട്ടകൾ ഈ 2024 ഇന്നേ ദിവസം ദൈവം തകർക്കുകയാണ്. കൃതജ്ഞതാ സ്തോത്രങ്ങൾ ഉയരുമ്പോൾ ആ കോട്ടകൾ തകർന്നടിയും. ആ കോട്ടകൾ തകർന്നടിയും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, ആരോ നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്തു, ആഭിചാരം ചെയ്തു, കൂടോത്രം ചെയ്തു. കർത്താവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനയിലല്ല, യേശുവിന്റെ കുരിശുബലിയുടെ ശക്തി വെളിപ്പെടുമ്പോൾ തകരാത്ത ക്ഷുദ്രപ്രയോഗങ്ങളില്ല. അവിടെ എല്ലാ ആധിപത്യങ്ങളെയും ദൈവം തകർത്തെറിയും. കാരണം അവിടെ ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. അവിടെ മനുഷ്യന്റെ ദ ഗ്ലോറി ഓഫ് ദ ലിവിംഗ് ഗോഡ് ഈസ് മാനിഫെസ്റ്റിംഗ്. ദൈവം മഹത്വം വെളിപ്പെടുകയാണ്. കർത്താവ് സർവജനത്തോട് നിങ്ങൾ തട്ടഹസിക്കുക. എന്തിന്റെ ബേസിൽ തട്ടഹസിക്കുന്നേ?
എന്തിന്റെ ബേസിലാ? ദൈവം സർവശക്തനാണെന്നുള്ള ഉറപ്പിൽ. ഗീവ് ഗ്ലോറി സോവറനിറ്റി ടു ഗോഡ് ആൻഡ് ഡിക്ലെയർ ഹിസ് മാജസ്റ്റി. അതല്ലേ നമ്മൾ കൃതജ്ഞതാ സ്തോത്രങ്ങൾ. കർത്താവെ നന്ദി, അവിടുത്തെ കുരിശുബലിയിലൂടെ ഞങ്ങളെ അവിടുന്ന് നീതീകരിച്ചതിനെ നന്ദി, വിശുദ്ധീകരിച്ചതിനെ നന്ദി. ഇതൊന്നും പറയാൻ അറിയാൻ മേലെങ്കിൽ ജീവിതത്തിൽ ദൈവം ഇത്ര നാളും തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾക്കായിട്ടൊന്ന് നന്ദി പറഞ്ഞു. ആ കൂടെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന്. ആ ശത്രുവിനായി കൂടി ഒന്ന് നന്ദി പറഞ്ഞ് അവനെ ഒന്ന് അനുഗ്രഹിച്ചു നോക്കിക്കുക. ശത്രുവിനായിട്ടൊന്ന് നന്ദി പറ, ഒന്ന് അനുഗ്രഹിച്ചു നോക്ക്. യേശുവിന്റെ വാക്കുകൾ അതൊക്കെ. അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്നേഹം ഇങ്ങനെ അങ്ങ് വരും. ആ സ്നേഹം ഇങ്ങനെ അങ്ങ് പൊട്ടിപ്പുറപ്പെടും. അവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇത്ര നാളുമുള്ള കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോണ്ടല്ലോ, ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാന്നു. അതുപോലത്തെ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കും. അതിന്റെ പിൻപിൽ അതിന്റെ ഇടയ്ക്ക് എന്നാ മന്ത്രവാദ ആവിചാരം നിലനിൽക്കുമെന്ന അതിനെ തകർക്കുന്ന ദൈവാത്മാവിന്റെ സ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ മാനസാന്തരങ്ങൾ സംഭവിക്കും, ദൈവപ്രവർത്തികൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, രോഗസൗഖ്യങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ശത്രു നിങ്ങളിലൂടെ ദൈവത്തെ അറിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈശോനെ ആരാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ രോഗം സൗഖ്യമാകും. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ചെറിയ കോട്ടകൾ നിലം പതിച്ചതുപോലെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് ഈ 2024 നമ്മളെ സാക്ഷികളാണ്. അതാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം. ഒരു മനുഷ്യനിൽ നടക്കുമ്പോൾ ശത്രു അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോലും ഒരു വ്യക്തി പ്രാർത്ഥിക്കും. കാരണം അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ വിശ്വസിക്കുക, ഈ 2024 വലിയ ദൈവപ്രവർത്തികളുടെ വർഷമാണ്, വലിയ അനുഗ്രഹ കൊയ്ത്തിന്റെ വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവിസ്മരണീയമായ കാര്യങ്ങൾ, കർത്താവിന്റെ വലിയ ഇടപെടലുകൾക്കും പ്രവൃത്തികൾക്കും സാക്ഷ്യമാകുന്ന ഒരു വർഷമായി ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അവിടെ കർത്താവിന്റെ സൈന്യാധിപൻ യോശുവോട് പറഞ്ഞെന്താ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. രണ്ടുപേര് ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭർത്താവും ഭാര്യയും കൈകോർത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞില്ലേ, രണ്ടുപേരെ ഐക്യമെത്തിപ്പെടുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ട്. നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് നമ്മുടെ നടുവിൽ യേശു ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും പരിശുദ്ധമാണ്. ഇത് ഏത് സ്ഥലം എന്ന് നമ്മൾ ഓർക്കും അല്ലെ? ഞാനൊരു രാജ്യത്ത് നിൽക്കുന്ന, നമ്മളെല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നു. ഏത് സ്ഥലമാണ്? സ്ഥലം ഇറ്റ്സ് ഇൻ എ സ്പിരിറ്റ്, ആത്മാവിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തേക്ക് പ്രാർത്ഥനയിൽ. പക്ഷേ നമ്മൾ ആത്മാവിൽ വി ഓൾ ആർ കണക്റ്റഡ് ഇൻ ദ സ്പിരിറ്റ്. അത് ദൈവരാജ്യത്തിലാണ് നമ്മൾ കണക്റ്റഡ് ആയത്. എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്? അതിന്റെ കാരണം എന്താ? ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം എന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പൗലോസ്ലീഹ പറയുന്നു 1 Corinthians 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. അതായത് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ കണക്റ്റഡ് ആണ്. വി ആർ ഇൻ ദ സ്പിരിറ്റ്, വി ഓൾ ആർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മളായിരിക്കുന്ന സ്ഥലം എന്നുള്ളത് അത് ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നോ മാറ്റർ വേർ യു ആർ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വ്യാപരിക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. നമ്മുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം കൊണ്ട് നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് ഈ ഒരു സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അവിടുന്ന് ഉത്തരം തന്നു കഴിഞ്ഞു. എല്ലാ നിയോഗങ്ങളിലും അവിടുന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് വിടുതൽ തന്നു കഴിഞ്ഞു. ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവ്, അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയും. എല്ലാം പൂർത്തീകരിച്ചതിനായി നന്ദി പറയും. എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ്. എവറിത്തിങ്. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റിനും, ഇനി എഴുതാൻ പോകുന്ന പ്രയർ റിക്വസ്റ്റിനും കർത്താവേ, വേണ്ടത് മുഴുവനും അവിടുന്ന് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയും. എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. ഞങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ഈശോയെ കുറിച്ചുള്ള അറിവിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് 2 Petrus 1-1 വാക്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈശോയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സകലതും ധാരാളമായി നൽകുന്നതിനായി നന്ദി പറയുന്നു. ഈ 2024 ഈശോയുടെ വലിയ മഹത്വത്തിനും ഗ്ലോറിക്കും ഞങ്ങളെ സാക്ഷിയുമായി
അനേകരോട് ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന അത്ഭുതമാണിതെന്ന് പറയുവാൻ തക്കവിധം ഈശോയുടെ കുരിശുമരണത്തിന്റെ വലിയ യോഗ്യതയെ ഉയർത്തിക്കാട്ടുന്ന അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയും. 5 അപ്പം കരങ്ങളിലെടുത്ത് പിതാവിന്റെ സന്നിധിയിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പ്രാർത്ഥിച്ചവനായ യേശുവെ, ഒരു 5 അപ്പം 2 മീൻ 10,000-കണക്കിന് മനുഷ്യർ മുമ്പിൽ നിൽക്കുന്നു. അത് അവർക്ക് എന്തുണ്ട്? പക്ഷെ അവിടുന്ന് 5 അപ്പത്തിലേക്കോ 2 മീനിലേക്കോ അല്ല നോക്കിയത്, പിതാവിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പ്രാർത്ഥിച്ചപ്പോൾ 10,000 ഭക്ഷിച്ച് തൃപ്തിയായി 12 വലിയ കൊട്ടകൾ നിറയെ ആ ഭക്ഷണം പിന്നീട് ശേഖരിച്ചു എന്ന് ഞങ്ങൾ വചനത്തിൽ കാണുന്നെങ്കിൽ, ഞങ്ങളുടെ മുൻപിലുള്ള ഞങ്ങളുടെ പ്രയർ റിക്വസ്റ്റിൻ്റെയോ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളിത് നോക്കുന്നില്ല. വി ആർ ലുക്കിംഗ് ഇൻ ടു ദ മാസ്റ്റർ. സർവശക്തനായ ദൈവത്തിലേക്ക് ഞങ്ങൾ നിമിഷം നോക്കും. സർവശക്തനായ ഞങ്ങളുടെ പിതാവിലേക്ക് ഞങ്ങൾ നിമിഷം നോക്കും. അസാധ്യമായ ഒന്നുമില്ലാത്തവനിലേക്ക് ഞങ്ങൾ നിമിഷം നോക്കും. ജെറീക്കോ പട്ടണത്തിന്റെ മതിലുകളെ തകർത്ത കർത്താവിലേക്ക് ഞങ്ങൾ നിമിഷം നോക്കും. പ്രതിസന്ധികളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല, സകലതും സാധ്യമാക്കുന്നവനിലേക്ക് ഞങ്ങൾ നിമിഷം നോക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ലോകം ഇംപോസിബിൾ എന്ന് ഞങ്ങളെ നോക്കി പറയുന്ന ചില വിഷയങ്ങൾ അവിടുത്തേക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമാണ്. There is nothing is impossible with God. അമ്മ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അരികിൽ കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ മാനുഷിക വശങ്ങളിലേക്ക് നോക്കാതെ അമ്മ ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു, There is nothing is impossible to God. ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവത്തിന് സകലതും സാധ്യമാണ്. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, എന്റെ അമ്മ പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ഈശോ ജനിച്ചുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? ചില വ്യക്തികൾ, ചില പണ്ഡിതന്മാരായിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ 100 കണക്കിന് ധ്യാനം കൂടിയിട്ടുണ്ട്. നിങ്ങൾ മാർക്കിടാൻ വേണ്ടി യാദൃശ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ കയറിയ വ്യക്തിയാണ്. നിങ്ങൾ എല്ലാവർക്കും മാർക്കിടുന്ന വ്യക്തിയാണ്. ഐ എം ടോക്കിംഗ് ടു എ മാൻ. കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നത്. നിങ്ങളുടെ ലിവറിന് പ്രോബ്ലം ഉണ്ട്, എന്നാൽ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. നൗ ഹി ഈസ് സ്പീക്കിംഗ് ടു യു റൈറ്റ് നൗ എക്സ്ക്ലൂസീവ്ലി. ദൈവം നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് സാധ്യമാകുന്നു എന്ന് നിനക്ക് വിശ്വസിക്കുവാൻ പറ്റുമോ? ഐ ക്യാൻ ഹീൽ യു. ഈശോയ്ക്ക് നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി പറ്റും. എളിമപ്പെട്ട് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എളിമപ്പെട്ട് കർത്താവിന് സാധ്യമാവുമെന്ന് വിശ്വസിച്ച് ആ പാണ്ഡിത്യത്തിൽ ഇറക്കി വെച്ച്, പാണ്ഡിത്യത്തെ അങ്ങ് ഇറക്കി വെക്കാൻ എന്തിനാണ് ഈ പാണ്ഡിത്യം? ഈ പാണ്ഡിത്യത്തിന്റെ ഭാരവും ചുമന്നുകൊണ്ട് എത്ര നാളായി ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. പലരും തിയോളജി പഠിച്ച് ആഴങ്ങൾ തപ്പിപ്പോയിട്ട് കടലിൽ നിന്ന് പൊങ്ങി വരാത്ത അവസ്ഥകളിലേക്ക് പോയി. എന്തിനാണ്? ശിശുസഹജമായ ഹൃദയത്തിൽ ഈശോനെ നോക്കിക്കേ. യു വിൽ റിസീവ് ദ മിറക്കിൾ. ഈശോയുടെ അത്ഭുതം നിന്നിലേക്ക് കടന്നു വരും. കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചെന്ന് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവത്തെ ഇങ്ങനെ പാണ്ഡിത്യം ബുദ്ധിയുടെ തലത്തിൽ പഠിച്ച് പണ്ഡിതനായി അനലൈസ് ചെയ്തു പോയി അവസാനം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഇടപെടൽ നടക്കണമെങ്കിൽ നമ്പർ 1 ശിശുസഹജമായ ഹൃദയം ഉണ്ടായിരിക്കും. ഈശോ പറഞ്ഞു, ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. അല്ലെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാ കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ഈ പാണ്ഡിത്യത്തിന്റെ ഘട്ടം കഴിഞ്ഞോളൂ. ഇതങ്ങ് അഴിഞ്ഞു കഴിയുമ്പോഴാണ് സഭയിൽ മുഴുവൻ ദൈവപ്രവർത്തികൾ നടക്കുന്നത്. പുതിയ നിയമം എന്നുള്ളത് സിംപ്ലിസിറ്റിയാണ്. ദൈവം മനുഷ്യനായി നമ്മളിൽ ഒരുവനായി നമ്മളെപ്പോലെ നമ്മുടെ കൂടെ ഇറങ്ങി വന്നു. അവിടുന്ന് നിന്റെ അരികിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അനേകരെ ഈശോ ചേർത്ത് നിർത്തുകയാണ്. കർത്താവ് ഈ 2024 അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, നന്മയുടെ, അഭിഷേകത്തിന്റെ വലിയ വർഷമാക്കി ദൈവം തീർക്കുന്ന അനേക രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങൾക്കരികിൽ ഈശോയുണ്ട്. ശിരസിൽ കരം വെച്ച്, ആണിപ്പഴുതുള്ള കരം വെച്ച് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. സിറോസിസുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ലിവർ ഡിസീസ് സൗഖ്യമാകുന്നു. ലങ്സ് കർത്താവ് സൗഖ്യമാക്കുന്നു. ശരീരത്തിന് ഓരോ ബോഡി ഓർഗൻസിലേക്കും യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടും. ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, എൻ്റെ ആന്തരിക അവയവങ്ങളെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞാൻ മുദ്രയിടും. എൻ്റെ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ ഞാൻ പരിപൂർണ സൗഖ്യമുള്ളവനായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒന്ന്
അധരം തുറന്ന് പറയാവോ? എൻ്റെ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ ഞാൻ പരിപൂർണ സൗഖ്യമുള്ളവനായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിപൂർണ സൗഖ്യമുള്ളവനായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ ക്ഷതങ്ങളിലൂടെയാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നതെന്നാണ് യെശയ്യാ പ്രവാചകൻ 53 അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കും. കത്തോലിക്ക തിരുസഭയുടെ ഒരു പഠനം, അതായത് പരിശുദ്ധ കുർബാനയുടെ സമയം എന്നുള്ളത് ലിറ്ററലി നമ്മൾ ആത്മാവിൽ ടൈം ട്രാവൽ ചെയ്ത്, അതായത് 2000 വർഷം മുമ്പ് നടന്ന അതേ ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആത്മാവിൽ യേശുവിന്റെ ശരീരം വിഭജിക്കപ്പെടുമ്പോൾ അവിടെ ഒരു ക്ഷതമാണ്, അല്ലെ? ക്ഷതമാണ്. ആ ക്ഷതങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് സൗഖ്യം വെളിപ്പെടുന്നത്. ഓരോ തവണ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ലിറ്ററലി ഇങ്ങനെ ഒന്ന് കാണുക. അന്ന് പടയാളികൾ ചമ്മട്ടി കൊണ്ട് യേശുവിനെ തലങ്ങും വിലങ്ങും അടിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ എല്ലുകളിൽ നിന്ന് പറഞ്ഞു പുറത്തോട്ട് പോയി. രക്തം ശരീരത്തിൽ നിന്ന് പൊട്ടി പുറത്തോട്ട് പോയി, വികൃതമായി തീർന്നു. സങ്കീർത്തനം 121 ഒരു വാക്യം, 127 ഉഴവച്ചാല് കീറുന്നത് പോലെ കർത്താവിന്റെ ശരീരം കീറി മുറിഞ്ഞ് കിടക്കുന്ന സങ്കീർത്തനത്തിൽ. അതുപോലെ വികൃതമായിട്ട് നമ്മൾ കണ്ടത്തിലൊക്കെ പണ്ട് ഇങ്ങനെ കണ്ടം ട്രാക്ടർ കൊണ്ട് ഉഴുതു മറിഞ്ഞ് കിടക്കുക, വികൃതമായിട്ട് കിടക്കുക. അതുപോലെ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ? നമ്മുടെ രക്ഷയ്ക്കും പാപമോചനത്തിനും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി. ഈ 2024 വിശ്വസിക്കണം, ഈശോ സഹിച്ച സഹനത്തിന്റെ വില മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ. ആ ഉയർച്ച മുഴുവനും, അനുഗ്രഹം മുഴുവനും, നന്മ മുഴുവനും, സൗഖ്യം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു വർഷമായി തീരും. ആഗ്രഹിക്കണം. നമ്മൾ അപ്പൻ അധ്വാനിച്ച് വീട്ടിൽ വരുമ്പോൾ, അമ്മ അധ്വാനിച്ച് വീട്ടിൽ വരുമ്പോൾ മക്കള് സന്തോഷത്തോടു കൂടി അധ്വാന ഫലം ഭക്ഷിക്കണമെന്ന് അപ്പനും അമ്മ ആഗ്രഹിക്കുന്ന തെറ്റാണോ? അല്ലല്ലോ. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി പീഡനം അനുഭവിച്ചതിന്റെ വില നീ അനുഭവിക്കണം. അതിന് അനുഗ്രഹം നീ അനുഭവിക്കണം. അതിന്റെ നന്മ നീ അനുഭവിക്കണം. പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം നീ അനുഭവിക്കണം. നീ അലയാൻ വിളിക്കപ്പെട്ടവനല്ല, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഈ മകനും മകളും അനുഗ്രഹിക്കപ്പെടണം, സൗഖ്യമുള്ളവനായി തീരണം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, ഉയർച്ച ഉണ്ടാകണം. ഇത് ഈശോയുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ നമ്മൾ സമ്പന്നനാകുന്നതിന് വേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്നു. സമ്പന്നത എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, ആത്മീയമായ സമ്പന്നത, ഭൗതികമായ സമ്പന്നത, കുടുംബജീവിതത്തിൽ സമ്പന്നത, ജോലി സ്ഥലത്ത് സമ്പന്നത, എല്ലായിടത്തും ദൈവത്തിന്റെ ഒരു സമൃദ്ധി, ഒരു ഫുൾനെസ് അത് വെളിപ്പെടുകയാണ്. ഈശോയിലൂടെ ഈ 2024 അങ്ങനെ ഒരു ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എല്ലാ മേഖലകളിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം, അനേകരെ അനുഗ്രഹിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവം. 2 കൊരിന്ത്യർ 9:8 നമ്മൾ എന്താ കാണുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുന്നതിനും വേണ്ട സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് കഴിവുറ്റവനാണ്. ഹീസ് കേപ്പബിൾ എനഫ്, ഈസ് പവർഫുൾ എനഫ്. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി നമുക്ക് നൽകുവാൻ അവിടുന്ന് പവർഫുൾ ആണ്. സോ പവർഫുൾ. ഈശോയുടെ ക്ഷതങ്ങളിലൂടെയുള്ള ആ സൗഖ്യത്തെ നിന്ന് കണ്ടേ. ഓരോ തവണ വൈദികൻ പരിശുദ്ധ കുർബാന വിഭജിക്കുമ്പോൾ നമ്മൾ കാണണം, ജീസസ് wounded for my transgressions. നിങ്ങൾ ഏത് സഭാ വിഭാഗ വ്യത്യാസമില്ല, whether you are a Catholic or a Jacobite or a Marthoma or a Protestant denomination, doesn't matter. യേശു പറഞ്ഞത്, കർത്താവിന്റെ ഹൃദയത്തിൽ, ഞാൻ എപ്പോഴും പറഞ്ഞത്, എനിക്കിത് പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല. ദൈവത്തിന്റെ ഹൃദയം, എന്നോട് കർത്താവ് വ്യക്തമായിട്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. കർത്താവിന്റെ ഹൃദയത്തിൽ, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ആ ശരീരത്തിന്റെ കൈക്കൊരു പേര്, കാലിലൊരു പേര്, അങ്ങനെ പേരെന്നിട്ട് വിഭജിക്കാൻ പറ്റില്ല. യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കാത്തലിക് എന്ന വേർഡിന്റെ അർത്ഥം, കാതോലികം എന്ന വേർഡിന്റെ അർത്ഥം എന്താ? പലർക്കും അതിന്റെ വേർഡിന്റെ അർത്ഥം പോലും അറിയാൻ പറ്റില്ല. ഞാൻ കത്തോലിക്കനാന്ന് പറയും, പക്ഷെ അതിന് വേർഡിന്റെ അർത്ഥം എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് കാത്തലിക്? കാതോലികം, സാർവത്രികം, യേശുവിന്റെ ശരീരമാകുന്ന സഭ. യേശുവിന്റെ ശരീരമാകുന്ന സഭ, അതിലെല്ലാവരും ഉണ്ട്. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ വിഷയം. ഭൂമിയില് അന്ന് ശിഷ്യന്മാരുടെ കാലഘട്ടത്തിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ എല്ലാവരും ഒന്നാണ്.
ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എല്ലാവരും ഒന്നാണ്. അപ്പോൾ ഓരോ തവണ നമ്മൾ കർത്താവിൻ്റെ കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ. ചിലപ്പോൾ ജാക്കോബിന്റെ കുർബാന വ്യത്യസ്തമായിരിക്കും ഓർത്തഡോക്സിൽ നിന്ന്, അതിൽ വ്യത്യസ്തമായിരിക്കും കാത്തലിക്കിൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ദേ റിസൈറ്റ് ഇറ്റ്. അതല്ല അവിടുത്തെ, അത് എങ്ങനെ ചെല്ലുന്നു, ഏത് ഭാഷയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പാട്ട് പാടുന്നു, എങ്ങോട്ട് തിരിഞ്ഞ് എങ്ങനെ ചെയ്യുന്നു, അതല്ല ദ സബ്സ്റ്റൻസ്, ഇതിലെ സിഗ്നിഫിക്കൻസ് എന്താ, അവിടെ നടക്കുന്നത് എന്താ. അവിടെ നടക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. അവിടെയാണ് നമുക്ക് വേണ്ടത് മുഴുവനും പൂർത്തീകരിക്കപ്പെട്ടത്. അതിലൂടെയാണ് സകല നന്മകളും നമുക്ക് നൽകപ്പെടുന്നത്. ഈ സത്യം നമ്മൾ അറിയരുത്. സാത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇത് ഒരിക്കലും നമ്മൾ അറിയരുത്. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കപ്പെടുന്ന നിമിഷം അവിടെയാണ്. കാരണം എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. എല്ലാം ക്രൂശിൽ നമുക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെട്ടു. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്തു. അതുകൊണ്ട് യേശുപ്രവാചകൻ പറയാണ്, യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പൊ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, ഹോളി കമ്മ്യൂണിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, എന്റെ കർത്താവിനെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ഞാൻ സൗഖ്യമുള്ളവനായി തീർന്നിരിക്കും. ഇന്ന് വിശ്വസിക്കുക, യേശുവിനെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ഞാൻ സൗഖ്യമുള്ളവനായി തീർന്നിരിക്കും. ഇന്ന് കർത്താവിനെ കുർബാന, യേശുവിനെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക നിങ്ങൾക്ക് അവസരമില്ലാത്തൊരു സ്ഥലത്താണ്. വിശ്വസിക്കുക, യേശു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതാണ്. ഈശോ നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതാണ്. ഈശോയുടെ കുരിശുബലിയിലൂടെ, ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നിങ്ങൾ സൗഖ്യമുള്ളവനായി തീർന്നതാണ്. ആ സൗഖ്യം നമ്മുടെ ശരീരത്തിലേക്ക് വിശ്വസിക്കുന്ന ആ നിമിഷം മാനിഫെസ്റ്റ്. ഇങ്ങനെ പറയും, ഈശോയെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ഞാനതിനെ റിസീവ് ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലേക്ക് ഞാനതിനെ റിസീവ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാനത് റിസീവ് ചെയ്യുന്നു. ഈശോയുടെ കുരിശുബലിയിലൂടെയുള്ള എല്ലാ അനുഗ്രഹത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യും. ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, പ്രയാസങ്ങൾ എന്തുമായിക്കോട്ടെ, ദൈവം അതിനുവേണ്ടി പരിഹാരം തന്നു കഴിഞ്ഞതിനായിട്ട് ഒന്ന് നന്ദി പറഞ്ഞ്, യേശുവിന്റെ കുരിശുബലിയിലൂടെ അതിനുവേണ്ട പരിഹാരം നൽകി കഴിഞ്ഞതിനായിട്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യസ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇവിടെ കൊണ്ട് നിർത്താനാണ് ഈശോയുടെ ആത്മാവ് എന്നോട് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അതിനകത്ത് ദൈവം പ്രവർത്തിച്ചതിനായിട്ട് നന്ദി പറഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദൈവത്തോട്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നവരോട് നിങ്ങൾ സംസാരിക്കുക. ഈശോ നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. എന്നോട് ഫിനിഷ് ചെയ്യാം, എന്നോട് പരിശുദ്ധാത്മാവ് നിർത്താൻ പറഞ്ഞു, അപ്പം നിർത്തും. അപ്പൊ നിർത്താൻ പറഞ്ഞു. ഐ എം സ്റ്റോപ്പിംഗ് റൈറ്റ് ഹിയർ. ഇനി കർത്താവ് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഗോഡ് വിൽ ഡീൽ യുവർ സിറ്റുവേഷൻ. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നമുക്കൊരാളുണ്ട്, ഈശോ. നിനക്ക് വേണ്ടി ബലിയായി തീർന്നതിന്റെ തൊട്ടരികിൽ ഇപ്പോൾ നിൽക്കുന്നു ദിവ്യകാരുണ്യ നാഥൻ. ആ ഈശോ നിന്നോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ക്ലോസ് യുവർ ഐസ്, എൻറ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്, സ്പീക്ക് ടു ഹിം, ടോക്ക് ടു ഹിം. ഓക്കെ, പ്ലീസ് കീപ് us ഓൾസോ ഇൻ യുവർ പ്രേയേഴ്സ്. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഹാവ് എ ബ്ലെസ്സഡ് വീക്ക്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കാം. കീപ് us ഓൾസോ ഇൻ യുവർ പ്രേയേഴ്സ്. ഗോഡ് ബ്ലസ് യു.